പ്രതികൂല സാഹചര്യങ്ങളിൽ ദയ, ധൈര്യം, പ്രതിരോധ ശേഷി എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഐറീന സാൻഡലറുടെ കഥ. 2003 കൻസാസിലെ ഒരു കൂട്ടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നാടകം എഴുതുകയും അവരുടെ ധീരമായ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതുവരെയും സെൻലറുടെ കഥ അജ്ഞാതമായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. 2ാം ലോകമഹായുദ്ധകാലത്ത് സെൻലർ വാസോഗട്ടോയിൽ നിന്ന് ജൂത കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി പോളിഷ് കുടുംബങ്ങളുടെ കൂടെയോ കോൺവെന്റുകളിൽ പാർപ്പിക്കുകയോ ചെയ്തു വന്നു. കൊടും ക്രൂരതകൾക്കിടയായ കുട്ടികളെ രക്ഷിക്കുന്നതിന് പലപ്പോഴും അവർക്ക് പലതരം വേഷങ്ങൾ കെട്ടേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളെ സ്യൂട്ട് കേസുകളിലോ വലിയ പെട്ടികളിലോ പലപ്പോഴും ശവപ്പെട്ടികളിൽ പോലും രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികൾക്കായി വ്യാജ തിരിച്ചറിയൽ രേഖകൾ സൃഷ്ടിച്ചു. അവരുടെ ജൂത ഐഡന്റിറ്റികൾ സംരക്ഷിക്കുന്നതിനായി പുതിയ പേരുകളും പശ്ചാത്തലങ്ങളും അവർക്ക് നൽകി. ഐറീന സാൻഡലറിനെ സഹായിക്കാനായി പലപ്പോഴും 10-30 പേരടങ്ങുന്ന ഒരു ടീം സദാസമയം കൂടെയുണ്ടായിരുന്നു. വളരെയധികം അപകട സാധ്യതകൾ ഉണ്ടായിട്ടും 1942-43 കാലഘട്ടത്തിനുള്ളിൽ വാസോഗട്ടോയിൽ നിന്ന് ഏകദേശം 2500-ലധികം കുട്ടികളെ സ്വന്തം ജീവൻ പണയം വെച്ച് അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അവളുടെ പിതാവ് ജൂത രോഗികൾക്ക് സഹായം എത്തിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. പലപ്പോഴും അദ്ദേഹമായിരുന്നു ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ അവൾക്ക് പ്രചോദനമായത്.